ഗഗൻയാൻ ദൗത്യത്തിന് മുന്നോടിയായുള്ള സംയുക്ത എയർ ഡ്രോപ്പ് പരീക്ഷണം വിജയകരം. രാവിലെ 6-ന് ശ്രീഹരിക്കോട്ടയ്ക്കടുത്ത് ബംഗാൾ ഉൾക്കടലിലായിരുന്നു പരീക്ഷണം. ISROയും വ്യോമ നാവികസേനയും സംയുക്തമായാണ് പരീക്ഷണം നടത്തിയത്. രാജ്യത്തിന്റെ അഭിമാനമായ ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമായാണ് സംയുക്ത എയർ ഡ്രോപ്പ് പരീക്ഷണം നടത്തിയത്. ബഹിരാകാശത്ത് നിന്ന് പേടകം തിരിച്ചിറങ്ങുമ്പോൾ സുരക്ഷ ഉറപ്പാക്കുന്നതിനും വേഗം നിയന്ത്രിക്കുന്നതിനുമുള്ള പാരച്യൂട്ടുകളുടെ പ്രവർത്തനക്ഷമത വിലയിരുത്തുന്നതിനാണ് പരീക്ഷണം. ബഹിരാകാശ പേടകത്തിന്റെ ഭാരത്തിന് തുല്യമായ 5 ടൺ ഡമ്മി പേലോഡ് കടലിൽ നിന്ന് 4 കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് വ്യോമസേനയുടെ ചിനൂക്ക് ഹെലികോപ്റ്ററിൽ നിന്ന് വേർപെട്ട് താഴേക്ക്. ക്രൂ മൊഡ്യൂൾ കമ്പാർട്ട്മെന്റിനുള്ള സംരക്ഷണ കവചമായി 2 പാരച്യൂട്ടുകൾ, വേഗം സ്ഥിരപ്പെടുത്തുന്നതിനും കുറയ്ക്കുന്നതിനുമായി 2 ഡ്രോഗ് പാരച്യൂട്ടുകൾ, പ്രധാന പാരച്യൂട്ടുകളെ സ്വതന്ത്രമാക്കുന്നതിന് മറ്റ് 3 പാരച്യൂട്ടുകൾ, ഇങ്ങനെ 10 പാരച്യൂട്ടുകളാണുള്ളത്. പാരച്യൂട്ടുകൾ പൂർണ്ണമായി തുറക്കാതിരിക്കുന്നതും തുറക്കാൻ വൈകുന്നതുമായ സാഹചര്യങ്ങളിൽ പ്രതിവിധി വിലയിരുത്തുന്നതിനാണ് പരീക്ഷണം. ഒരു പാരച്യൂട്ട് മാത്രം തുറക്കാതിരുന്നാലോ 2 പാരച്യൂട്ടുകളും ഒരുപോലെ തുറക്കാതിരുന്നാലോ ഉള്ള അവസ്ഥയും തുറക്കാൻ വൈകുന്ന സാഹചര്യവും പരിശോധിക്കും. ഇനിയും നിരവധി പരീക്ഷണങ്ങൾ ഉണ്ടാകും. ഓരോ പരീക്ഷണങ്ങളുടെയും പുരോഗതിയും ഫലവും വിലയിരുത്തിയ ശേഷമാകും കൂടുതൽ പരീക്ഷണങ്ങൾ നിശ്ചയിക്കുക. പാരച്യൂട്ടുകളുടെ പരീക്ഷണം വിജയകരമായി പൂർത്തിയായതോടെ ദൗത്യത്തിന്റെ നിർണായകമായ ഒരു ഘട്ടം കൂടി പിന്നിട്ടിരിക്കുകയാണ്. സയൻസ് ഡെസ്ക് 24.